ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 11 അധ്യായം 2 വാക്യം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അലക്സ് ഒരു കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള ഓഫീസും ഉയർന്ന ശമ്പളവും തൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുവാൻ ധാരാളം ജോലിക്കാരും ഉണ്ടായിരുന്നു. പല നേട്ടങ്ങളും കൈവരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വന്തം പ്രതിഭയും കഠിനാധ്വാനവുമാണ് ജീവിത വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. സഹപ്രവർത്തകരിലൂടെ ലഭ്യമായ നേട്ടങ്ങളെ ഇകഴ്ത്തിപ്പറഞ്ഞു. അങ്ങനെ അയാൾ ഒരു അഹങ്കാരിയായി. അഹങ്കാരം കൂടിയപ്പോൾ വേണ്ട ആലോചനകളില്ലാതെ പല തീരുമാനങ്ങളും എടുത്തു. അവയോടുള്ള കമ്പനിയുടെ പ്രതികരണം അവഗണിച്ചു. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം തകരാറിലായി. ഒരു ദിവസം അലക്സിൻ്റെ ബോസ് അവനെ അവളുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവൻ്റെ മോശം പ്രകടനവും ടീം വർക്കിൻ്റെ അഭാവവും ചൂണ്ടിക്കാട്ടി. അലക്സ് ഞെട്ടി, പ്രതിരോധത്തിലായി. അവർ അലക്സിനെ ഡിമോട്ട് ചെയ്ത് വേറെ ആളിനെ ആ സ്ഥാനത്ത് നിയോഗിച്ചു. തൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഒടുവിൽ അലക്സ് തിരിച്ചറിഞ്ഞു. എന്നാൽ വൈകിപ്പോയിരുന്നു. അഹംഭാവവും ധാർഷ്ട്യവും ജീവിതത്തിൻ്റെ പരാജയ കാരണങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ്. ഇവ ഏത് തൊഴിൽ മേഖലയിലും ജീവിതരംഗത്തും വിനാശം വരുത്തുവാൻ മതിയായതാണ്. സ്വന്തം ശക്തിയും സാമർഥ്യവും കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ആർക്കും ഒന്നും സാധിക്കാവതല്ല. നാം ഭക്ഷിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം, പാർക്കുന്ന ഭവനം, ഇവയെല്ലാം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രയത്നഫലമാണ്. അവരെയെല്ലാം തള്ളിപ്പറഞ്ഞ് സ്വന്തം ശക്തി കൊണ്ട് സാധിച്ചു എന്ന് കരുതുന്നത് അജ്ഞതയും അഹങ്കാരവുമാണ്. അഹങ്കാരം ഹൃദയത്തിൽ കടന്നുകൂടുമ്പോൾ കണ്ണുകൾ അന്ധമായി തീരും. കൂടെ പ്രയത്നിച്ചിട്ടുള്ളവരെയും നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളവരെയും കാണുവാൻ കഴിയാതെ വരും. അവരുടെ പ്രയത്നങ്ങൾക്ക് വില കൽപ്പിക്കുവാൻ കഴിയാതെ വരും. മാത്രമല്ല, അവരെ നിന്ദ്യരായി എണ്ണുകയും ചെയ്യും. തൽഫലമായി ബന്ധങ്ങളിൽ വിള്ളലും ജീവിതത്തിൽ പരാജയവും നേരിടേണ്ടി വരും. അക്കങ്ങളിൽ ഒന്നുകളില്ലാതെ 9 ഉണ്ടാവില്ല എന്നത് ഏറ്റവും വിലയുണ്ടെന്ന് കരുതപ്പെടുന്ന 9 മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ നമുക്കും സാധ്യമാകണം. അപ്പോൾ മാത്രമേ വിനയവും വിശ്വസ്തതയും നമ്മിൽ ഉളവാകുകയും എളിയവരോടും സഹപ്രവർത്തകരോടും ആദരവും ബഹുമാനവും നമ്മിൽ ഉളവാകുകയും ചെയ്യുകയുള്ളൂ. ഈ അനുഭവം ജീവിത വിജയത്തിന് അനിവാര്യമാണ്. മറ്റുള്ളവരെ കൂടാതെ ഞാൻ ഒന്നുമല്ല എന്നറിയുന്നത് ജീവിത വിജയത്തിൻ്റെ ധന്യതയ്ക്ക് മുഖാന്തരമാവും. റഷ്യ-യുക്രൈൻ യുദ്ധം പോലും കേരളത്തിൻ്റെ ഒരു കോണിൽ ജീവിക്കുന്ന നമ്മയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അപരന് ജീവിതത്തിലുള്ള സ്ഥാനവും മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സമൂഹത്തിലെ ഒരു ചെറിയ ചലനം പോലും നമ്മയും ബാധിക്കും. ആകയാൽ വിനയവും മനസ്സലിവുമുള്ളവരായി എളിയവരെയും സഹപ്രവർത്തകരെയും അംഗീകരിച്ച് ധന്യമായ ജീവൻ നയിപ്പാൻ നമുക്ക് സമർപ്പിതരാവാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിലെ എല്ലാ അഹങ്കാരവും ധാർഷ്ട്യവും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ എന്നെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.